പ്രപഞ്ചകർത്താവ് യഹോവ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചകർത്താവ് യഹോവ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ നീ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ അഗ്നികുണ്ടങ്ങളൊക്കെ വെറുതെ നിസ്സാരമാ. അവിടെ തള്ളിവിട്ടാൽ ശരി, അവിടെ കിടന്നാൽ പോലും ശരി, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അഥവാ രക്ഷിക്കുന്നതിൽ തന്നെ അവരുടെ നാമത്തെ തിരിച്ചു വരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വചനം പറയുന്നു, രാജാവിന്റെ ലക്ഷ്യമായി തള്ളി താഴേക്കിട്ടു ഇവിടേക്ക് തീക്കൂട്ടത്തിലേക്ക് 3 ചെറുപ്പക്കാരെ കിടന്ന് തീക്കൂട്ടത്തിലേക്ക് വീഴുന്നു. പക്ഷേ അവിടെ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ വചനം പറയുന്നു, ഈ ജ്വാലകളിൽ കിടന്നുകൊണ്ട് തന്നെ വെച്ച് പ്രാർത്ഥിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കൾ കഴിച്ച് സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ദൈവം വെറുതെ ഇരുന്നില്ല. അവൻ തന്നെ മാലാഖമാരൊരുവനെ തീ കുണ്ടത്തിലേക്ക് പറഞ്ഞുവിട്ട് തീ ജ്വാലകളെ അകറ്റി ചെറുതണങ്ങൾക്ക് കൂടാരമുണ്ടാക്കി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ AC പരുവത്തിന് അവരെ കാത്തു പരിപാലിച്ചു. രാജാവ് നോക്കിയപ്പോഴേ തീക്കൂട്ടത്തിലേക്ക് വലിച്ചെടുത്ത് 3 പേരായിരുന്നു. പക്ഷേ 4ാമതൊരുവനും കൂടി കേൾക്കുന്നു. ഇവർ എവിടെ നിന്ന് വന്നു? രാജാവിന് അത്ഭുതമായി. പ്രിയപ്പെട്ട സഹോദരനെ സൂചിപ്പിച്ചത്, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷിച്ചിട്ടുണ്ട്. തീക്കട്ടകളുടെ നടുവിലൂടെ യാത്ര പലപ്പോഴും കാലുപെടുന്ന കൈപ്പെടുന്ന അനുഭവങ്ങൾ, ദൂരാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ അഗ്നികുണ്ടത്തിനിടയിൽ പോലും നിന്റെ കർത്താവ് നിന്നെ രക്ഷിക്കാൻ തയ്യാറാക്കാൻ എത്തി. ഒന്ന് വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ 6ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഭവം പറയുന്നത് ഇപ്രകാരമാണ്. അവിടെ ദാനിയേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്, ആരെ കുറിച്ചാണ്? ചെറുപ്പക്കാരനല്ല, ചെറുപ്പക്കാരുടെ പേര് പറയാണ്. ദാനിയേൽ, ചെറുപ്പക്കാരനെ മാത്രമേ കേട്ടുള്ളൂ. ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ്. ദാനിയേൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. ചെറുപ്പമാണ്, മിടുക്കനാണ്, സുന്ദരനാണ്, ബുദ്ധി സാമർത്ഥ്യമുള്ളവരാണ്, രാജാവിനെ ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. അങ്ങനെ രാജാവ് തന്റെ ഉപദേശകരുടെ ഉന്നത സ്ഥാനം നൽകി ദാനിയേലിനെ ബഹുമാനിച്ചു. പക്ഷേ കൊട്ടാരത്തിലെ മറ്റുള്ളവർക്കെല്ലാം ഈ ദാനിയേലിനോട് വലിയ വെറുപ്പും അസൂയ മനോഭാവമൊക്കെ. ദാനീസ് എന്ന് പറയുന്ന രാജാവ് ഒരു നാളിൽ ഇങ്ങനെ തീരുമാനിച്ചു, ഇനി മുതൽ നിങ്ങൾ രാജാവ് മാത്രമല്ല, നിങ്ങളുടെ ദൈവം കൂടി ഞാനല്ലാതെ മറ്റൊരു ദൈവങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. രാജാവ് മുദ്ര വെച്ച് കൽപ്പന പുറപ്പെടുവിച്ചു, എന്നെ ആരാധിക്കാത്തവരെല്ലാം വിശന്ന് കിടക്കുന്ന സിംഹങ്ങളുടെ കൂടുകളിലേക്ക് ഞാൻ വലിച്ചെറിയും. രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുക. ഇത് കേട്ട് ഭയന്ന് രാജകൊട്ടാരത്തിലുള്ള അന്തേവാസികളും നാട്ടുകാരെല്ലാമെന്ന് രാജാവിനെ ദൈവമായിട്ട് ആരാധിച്ചു. പക്ഷേ രാജാവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ദാനിയേൽ മാത്രം രാജാവിനെ ആരാധിക്കാൻ കൂട്ടാക്കിയില്ല. ദാനിയേലിനെ എപ്രകാരമാണ് കീഴ്പ്പെടുത്തുന്നറിയാതെ കൊട്ടാരത്തിന്റെ വാസം നടക്കുമ്പോൾ ഒരു നാൾ അവൻ കണ്ടു, ഇത് കൊട്ടാരത്തിൽ മട്ടുപാവിൽ മുട്ടുകുത്തി ദാനിയേൽ മറ്റാരോ ദൈവത്തെ ആരാധിക്കുകയാണ്. കിട്ടിയ തകത്തിന് അവർ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവെ, അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമായ ദാനിയേൽ അങ്ങേ ആരാധിക്കാൻ കൂട്ടാക്കാതെ മറ്റേതോ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവ് വിളിച്ചു വരുത്തി ചോദിച്ചു, ദാനിയേലേ, നീ മാത്രമെന്താ എന്നെ ആരാധിക്കാത്തത്? ഈ ജനം മുഴുവൻ എന്നെ ആരാധിക്കുമ്പോൾ, ഈ ജനം മുഴുവൻ എന്നെ ദൈവമായി സ്വീകരിക്കുമ്പോൾ നീ മാത്രമെന്താ എന്നെ ആരാധിക്കാത്തത്? ദാനിയേൽ പറയും, സാധ്യമല്ല രാജാവേ, എനിക്കത് സാധ്യമല്ല. കാരണം ജീവിക്കുന്ന യഹോവ എന്നെയും അങ്ങേ സൃഷ്ടിച്ച യഹോവ എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കെങ്ങനെ വെറും മനുഷ്യനായി അങ്ങേ മാത്രം ആരാധിക്കാൻ പറ്റുന്നത്? സാധ്യമല്ല. അപ്പോൾ കൊട്ടാരത്തിൽ മറ്റുള്ളവരെല്ലാം രാജാവ് പിരികേറ്റി, എന്തിന് രക്ഷപ്പെടും പിരികേറ്റി അവനെ കൊണ്ട് തല്ലിക്കൊല്ലാൻ, അല്ലെങ്കിൽ സിംഹക്കുഴിയിൽ വലിച്ചെറിയാൻ വേണ്ടി എത്തുന്നതിനുമില്ലാതെ രാജാവ് സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ കണ്ടിടുകയാണ്. ദാനിയേൽ പ്രവചന പുസ്തകം 6ാം അധ്യായം. അന്ന് രാത്രി വർഷം പറയുന്നത് രാജാവിന് ഉറങ്ങാൻ പറ്റിയില്ല, ഒരുപോലെ കണ്ണടിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ദാനിയേലിനെ രാജാവ് സ്നേഹിച്ചിരുന്നത്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ദാനിയേൽ, തന്റെ പ്രിയപ്പെട്ട ഉപദേശകനാണ് ദാനിയേൽ. അവൻ മരിക്കുന്നത് രാജാവ് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ആ രാത്രിയിലെ ഉറക്കമൊഴിച്ച കണ്ണുകളുമായി ഒരുപോലെ കണ്ണടിക്കാതെ, ആഹാരം കഴിക്കാതെ, വിനോദം ഏർപ്പെടാതെ രാജാവ് രാത്രി മുഴുവൻ കൊട്ടാരത്തിൽ മട്ടുപ്പാവയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഉറങ്ങാൻ പറ്റുന്നില്ല, മനസ്സിനൊരു വേദന. ഉറങ്ങാൻ കണ്ണു അടയ്ക്കുമ്പോൾ ദാനിയേലിന്റെ കരച്ചിലനുഭവത്തെ അവൻ കേൾക്കുക. സിംഹങ്ങളെല്ലാം കൂടി ദാനിയേലിനെ കൊല്ലുന്നതിന് മനോഭാവം വരിക. അങ്ങനെ ഉറക്കമൊഴിഞ്ഞ കണ്ണുകളുമായി വെളുപ്പാൻ കാലത്ത് ആകാശം വെള്ളം ചൂടുമ്പോൾ കൊട്ടാരത്തിന്റെ അന്തേവാസികളായി കേട്ടതിന് മുമ്പ് തന്നെ രാജാവ് ഓടിയെത്തി എവിടേക്കുന്ന സിംഹക്കുഴിയുടെ സമീപത്തേക്ക് താഴേക്ക് നോക്കിയപ്പോൾ അവിടെ സിംഹങ്ങളല്ലാതെ മറ്റൊന്നുമില്ല, ഒരു ഇരുൾ മാത്രം. പക്ഷേ മനസ്സിൽ ഉയർന്നു വന്ന വേദന കഴിച്ചമർത്തി അദ്ദേഹം വിളിച്ചു ചോദിച്ചു, ദാനിയേലേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ വിശ്വസിക്കുന്നത് യഹോവയ്ക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിന് സിംഹങ്ങളുടെ വായടക്കാൻ പറ്റിയോ? ദാനിയേലേ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ, നീ വിശ്വസിക്കുന്ന നിന്റെ യഹോവയ്ക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിന് സിംഹങ്ങളുടെ വായടക്കാൻ പറ്റിയോ? രാജാവിനറിയാം 5 മിനിറ്റ് കൊണ്ട് പോലും വേണ്ട, തലേദിവസം രാത്രി തന്നെ ദാനിയേലിനെ കൊന്നു തിന്നുകളാണെന്ന് രാജാവിനറിയാം. പക്ഷേ ഒരു മനസാക്ഷിക്കാരി മാറാൻ വേണ്ടി, ഒരു വേദന
അദ്ദേഹം തിരിച്ചു നടന്നു. കാരണം ദാനിയേൽ ജീവിച്ചിരിക്കാതെ അദ്ദേഹത്തിന്. പക്ഷേ തിരിച്ചു നടക്കുമ്പോൾ സിംഹക്കുഴിക്ക് സമീപത്ത് നിന്ന് ഒരു ശബ്ദം, ഉപരാജാവേ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ യഹോവ സിംഹത്തിന് വായടച്ചു. അദ്ദേഹം നോക്കുമ്പോൾ ദാനിയേൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സിംഹങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ കുമ്പിട്ട് കിടക്കുന്നു. കലാവിട്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരനെ, ആനന്ദ സിംഹങ്ങളെ പോലെ ജീവിത പ്രശ്നങ്ങൾ എന്നെയും നിന്നെയും വേട്ടയാടും. ആനന്ദ സിംഹങ്ങളെ പോലെ പത്രോസ് 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വചനം ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ഇതാ പൈശാചിശക്തി നിനക്ക് വട്ടം വെട്ടി നടക്കുന്നു. നിന്റെ ജീവിതത്തിന് പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാകാറില്ലേ? പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാകാറില്ലേ? ആഗ്രഹിക്കുന്ന സമയത്ത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാറില്ലേ? ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രോഗങ്ങൾ നമ്മെ വേട്ടയാടാറില്ലേ? കടബാധ്യതകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ആനന്ദ സിംഹത്തെ പോലെ പൈശാചിശക്തി നോട്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിന് മധ്യത്തില് നിന്നെ സഹായിക്കുവാൻ, നിന്റെ കൂടെ നിൽക്കുവാൻ നിന്റെ തമ്പുരാനുണ്ടെന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. കരയൊക്കെ കൊണ്ടത് പറഞ്ഞേ ഹല്ലേലൂയ. അതാ യെശയ്യാ പ്രവാചക പുസ്തകത്തില് 43-ാം അധ്യായം 1-ാം തിരുവചനം നമ്മൾ വായിക്കുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായം 1-ാം വചനം മുതൽ യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ബാക്കി പറഞ്ഞേ ഇസ്രായേലേ യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ബാക്കി ബൈബിളിൽ നോക്കിയാൽ കാണാറില്ലേ? യാക്കോബ് നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് ചെയ്തു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ അഗ്നിയോട് നിന്നാൽ ഞാൻ നിന്നെ ദഹിപ്പിക്കില്ല, വെള്ളത്തിലൂടെ നിന്നാൽ നിന്നെ മുക്കിക്കളയില്ല. കാരണം അടുത്ത വചനം, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും വിലപ്പെട്ടവരുമാ. പ്രിയപ്പെട്ട മക്കളെ, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും വിലപ്പെട്ടവരുമാ. നാം ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിന് ബഹുമാന്യരാ. ഒരു പക്ഷേ ജീവിത പങ്കാളി നിന്നെ ബഹുമാനത്തിൽ കാണുന്നില്ലായിരിക്കാം, മക്കൾ നിന്നെ ബഹുമാനത്തിൽ കാണുന്നില്ലായിരിക്കാം, മാതാപിതാക്കൾക്ക് നീ പ്രിയപ്പെട്ടവരായിരിക്കില്ല, അല്ലെങ്കിൽ സഭയിൽ സമൂഹത്തിൽ ഇടവകയില് നീ വലിയ പ്രിയപ്പെട്ടവരായിരിക്കില്ല. പക്ഷേ ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാൽ ശരി, ആരൊക്കെ നിന്നെ എതിർത്താൽ ശരി, നിന്റെ ദൈവം പറയുന്നു നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാനനും വിലപ്പെട്ടവരുമാ. മാതാപിതാക്കളെ മാറ്റി നിർത്തിക്കോട്ടെ, മക്കൾ നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിത പങ്കാളി നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ, ആരൊക്കെ മാറ്റി നിർത്തിയാലും നിന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തി നിന്റെ ദൈവമാ. അതാ യെശയ്യാ പ്രവാചക പുസ്തകത്തില് 49-ാം അധ്യായത്തില് 14-ാമത്തെ വചനത്തില് സീയോൻ ഇങ്ങനെ വിലപിക്കുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 49:14 സീയോൻ ദൈവത്തെ നോക്കി ചോദിച്ചു, ദൈവമേ, അങ്ങ് പോലും എന്നെ മറന്നു കളഞ്ഞോ? അങ്ങ് പോലും എന്നെ മറന്നു കളഞ്ഞോ? അപ്പോൾ 49-ാം അധ്യായം 15-ാം വചനത്തിലൂടെ ദൈവം ഉത്തരം കൊടുത്തു, മോനെ, മുല കുടിക്കുന്ന കുഞ്ഞിന് അത് അമ്മയ്ക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ അത് അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പെറ്റമ്മ കുഞ്ഞിനോട് കരുണയായിട്ടായിരിക്കുമോ? അവൾ പറഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ചേച്ചിമാരെ ഉത്തരം പറ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾക്കത് പിള്ളേരല്ലേ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ലാന്ന് പറയുമ്പോൾ ചേച്ചിമാരുടെ മുഖത്തിൽ മ്ലാനതയുടെ വേദനയുണ്ട്. കാരണം പല ചേച്ചിമാരും കുഞ്ഞുങ്ങളെ മറന്ന് അമ്മ തൊട്ടിക്കൊണ്ടിരുന്നതും അല്ലെങ്കിൽ കടത്തിന്റെ ഉപേക്ഷിക്കുന്ന മരിച്ചുകൊണ്ടിരിച്ചതിനെ കുറിച്ച് നമുക്ക് അറിയാം. അല്ലെങ്കിൽ ഗർഭവാസം ഒഴിവായ കുഞ്ഞിനെ ജ്യൂസ് അടിച്ച് കലക്കി കഴിക്കുന്നത് പോലെ ഇങ്ങനെ ആഘോഷപ്പെടുന്ന അമ്മമാരെ കുറിച്ച് നമുക്ക് അറിയാം. അത് ചേച്ചിമാർക്ക് അല്പം ആശങ്കയുണ്ട്. എങ്കിൽ പോലും കൃത്യമാണെന്ന് അറിയാം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അത് അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? അവൾ മറന്നാലും ശരി, അസാധ്യം തോന്നുന്ന അത് സംഭവിച്ചപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ മറക്കില്ല. കാരണം എന്റെ ഉള്ളം കയ്യില് നിന്റെ പേര് തിരിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ രൂപവും ഭാവവും എല്ലാം ദൈവം ഉള്ളം കയ്യിൽ ചേർത്ത് വെച്ച് അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുകയാണ്. വചനത്തിൽ കൊണ്ടുവരുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിന് 32-ാം അധ്യായം 10-ാം വചനം മനസ്സിലാക്കുക. നിയമാവർത്തനം 32:10 വചനം പറയുന്ന പ്രകാരമാ, ശൂന്യത ഓരിയിടുന്ന മരുഭൂമിയില്ലാതെ കണ്ടുപിടി. കേൾക്കണേ, ശൂന്യത ഓരിയിടുന്ന മരുഭൂമിയില്ലാതെ കണ്ടുപിടി. താല്പര്യപൂർവ്വം ഞാൻ നിന്നെ വാരിപ്പുണർന്നു, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിച്ചു. ദൈവത്തിന് മാത്രമല്ല, ശൂന്യത ഓരിയിടുന്ന മരുഭൂമി അനുഭവം. പ്രിയപ്പെട്ട ചേട്ടന്മാരെ ചേച്ചിമാരെ, നമുക്കറിയാം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരു ശൂന്യതയുടെ മരുഭൂമി അനുഭവം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അത് സമർപ്പനായ വൈദികരോ സന്യാസികളോ ആരുമാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. വിവാദമായ ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിലുണ്ട്, മക്കളുടെ മാതാപിതാക്കൾ ജീവിതത്തിലുണ്ട്. ഒരു ശൂന്യതയുടെ അനുഭവം, ഒരു മരുഭൂമി അനുഭവം. എന്നതാ മരുഭൂമി അനുഭവം പറഞ്ഞാൽ, മരുഭൂമി വെച്ചിട്ട് നിങ്ങൾ എന്തുമാത്രം ഉറക്കെ നിലവിളിച്ചാൽ പോലും ആരും സഹായിക്കുന്നത് ആരുമില്ല, നിലവിളി കേൾക്കാൻ ആരുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഈ ആരുമില്ലായ്മയുടെ അനുഭവം
എന്നെ കേൾക്കാൻ എനിക്ക് ആരുമില്ലാന്ന് ചിന്ത, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലാന്ന് ചിന്ത, എന്റെ മാതാപിതാക്കന്മാർ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ മക്കൾ രണ്ടുപേരും പരിഗണിക്കുന്നില്ല, ജീവിത പങ്കാളി സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്നെയും ആരും സ്നേഹിക്കുന്നില്ല എന്നൊരു ചിന്ത പലപ്പോഴും ഒരു നിസ്സംഗത മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. തീർച്ചയായും പലപ്പോഴും ഒരു അച്ഛനെന്ന നിലയിൽ എന്റെ ജീവിതാനുഭവത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്റെ ബിഷപ്പിനെ മനസ്സിലാക്കാത്തത്, എന്റെ ഇടവക്കാരനെ മനസ്സിലാക്കാത്തത്, എന്റെ കൂടപ്പുറങ്ങളെ മനസ്സിലാക്കാത്തത് പലപ്പോഴും തോന്നിയിട്ടില്ലേ? ഒരു ഭർത്താവ് തോന്നിയിട്ടില്ലേ? എന്റെ പുള്ളി പണിയെടുത്ത് മക്കളെ നീട്ടിപ്പൊടുത്തുന്ന, ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്, പക്ഷേ എന്റെ മക്കളും ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല. പല അപ്പച്ചന്മാരെ വേദനയാണ്, മക്കൾക്ക് വേണ്ടി മാംസം ചോര നീര് കൂട്ടിക്കൊടുത്തുകൊണ്ട്